അവരെ എയർപോർട്ടിൽ നിന്ന് അവിടുന്ന് കയറ്റി വിട്ടത് മാത്രം അവർക്കറിയൂ. ബാക്കി അവര് തന്നെയാണ് ഇൻഡിപെൻഡന്റ് ഇവിടെ വന്നതും ബാക്കി കാര്യങ്ങൾ നോക്കുന്നതും. ജസ്റ്റ് ഒരു കോള് മാത്രമേ പിന്നീട് നടന്നിട്ടുള്ളൂ അവര് തമ്മിൽ. അത് വാപ്ച പറഞ്ഞുണ്ടാക്കിയ ആഗ്രഹങ്ങൾ. പിന്നെ അതങ്ങ് ഫോളോ അപ്പ് ചെയ്യുന്നു. പിന്നെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അവളിങ്ങനെ എബ്രോഡ് നോക്കിയാൽ കൊള്ളാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പ്രസന്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരുപാട് ഏജൻസി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിയാസ് സാറിന്റെ യൂട്യൂബ് ചാനൽസ് കാണാൻ തുടങ്ങി. ആ സാറിന്റെ യൂട്യൂബ് ചാനൽസ് കണ്ടു തുടങ്ങിയിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഏത് ചൂസ് ചെയ്യണം, കൺട്രി ഏത് ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ വെറുതെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു ഏജൻസി ഇവർ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ സത്യം മനസ്സിലാക്കി. വാപ്ചയാണ് അപ്പൊ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റിയാസ് സാർ ഇങ്ങനെ നോക്കുന്നുണ്ടെന്നാ തോന്നുന്നത്, വാപ്ച ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ആ ഒരു ഇതിലാണ് എനിക്ക് മനസ്സിലായി ആ ഫോറിൻ ഡിഗ്രി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് ഫോറിൻ ഡിഗ്രി ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്ന് കുറച്ച് നമ്മുടെ ഏജൻസി അല്ലാത്ത പല ഏജൻസിയിലെ സ്റ്റുഡൻസ് ആയിട്ട് കമ്പനി ആയിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് വെച്ചാണെങ്കിൽ അവരെ എയർപോർട്ടിൽ നിന്ന് അവിടുന്ന് കയറ്റി വിട്ടത് മാത്രം അവർക്കറിയൂ. ബാക്കി അവര് തന്നെയാണ് ഇൻഡിപെൻഡന്റ് ഇവിടെ വന്നതും ബാക്കി കാര്യങ്ങൾ നോക്കുന്നതും. ജസ്റ്റ് ഒരു കോള് മാത്രമേ പിന്നീട് നടന്നിട്ടുള്ളൂ അവര് തമ്മിൽ. പക്ഷെ ഇവിടെ തന്നെ ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവരാൻ സാറുമാര് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വരാൻ നേരത്തും 2-3 ദിവസം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ മിക്ക പ്ലേസസും ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് തന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ മാക്സ് മാർക്ക് നിൽക്കാൻ പറ്റുന്ന അത്ര നിന്നിട്ടാണ് അവർ പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് USMLE ക്ലാസ്സസ് അവര് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ കാര്യങ്ങൾ വിളിച്ച് തിരക്കി നമ്മളെ മനസ്സിലാക്കി എപ്പോഴും നമ്മൾ കൂടെ കാണും.